നമസ്കാരം, അരുണാണ്. കൂടെ സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ കാണുന്നതാണ് കുറേ ചേച്ചിമാരും കുട്ടികളൊക്കെ കുറേ ദൂരത്ത് നിന്ന്. നമ്മൾ വണ്ടി പോകുമ്പോൾ ഒരുപാട് താഴെ ഇറക്കത്തിൽ പോയിട്ട് ഒരു 1.5 കിലോമീറ്റർ താഴെ നിന്ന് വെള്ളം ഇങ്ങനെ തലയിലേറ്റിക്കൊണ്ടിരുന്ന കാണാം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റോഡ് ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് വരണം. അത് ഭയങ്കര, അത് മെയിൻ ഹൈവേ ആണ്. കുട്ടികളൊക്കെ വണ്ടിയൊക്കെ പോകണത് അത്രയും റിസ്കി സ്ഥലത്തൂടെയാണ് പോണത്. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ട് ഈ പൊടിയൊക്കെ പാടത്തിട്ട് ആ വെള്ളം തലയിലേറ്റി ഇവിടെ വരണം, ഇതിൻ്റെ വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വില്ലേജിൽ വന്നു. ഈ വില്ലേജിൽ വന്ന സമയത്ത് ഇവിടെ ആൾക്കാരോട് അന്വേഷിച്ചാൽ മതി. ഇവിടെ 2 ബോറോളുകളുണ്ട്. ഈ 2 ബോറോളുകളും കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു, വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. ഇന്ന് ഞങ്ങൾ വന്ന വഴിക്ക് വീണ്ടും ഇവിടെ കയറി. അപ്പോൾ ഈ വില്ലേജിൽ നമ്മൾ വന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനാണ്. പ്രശ്നങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ വെള്ളവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അരുണേട്ടൻ പറഞ്ഞതുപോലെ കഴിഞ്ഞൊരു തവണ അരുണേട്ടൻ വന്ന് ഇവിടെയൊക്കെ ഒന്ന് കണ്ടുപോയി. അപ്പോൾ ഞങ്ങളിവിടെ വീണ്ടും വന്നേക്കാണ് എന്താണ് ഇവരുടെ പ്രശ്നം, എന്താണ് ഈ ബോറോളിൻ്റെ പ്രശ്നം എന്നൊക്കെ. അപ്പോൾ അരുണേട്ടനും മജാവയും ഈ നിൽക്കുന്നത് ഈ വില്ലേജിലെ ചീഫാണ് കേട്ടോ. ഒരു 300ഓളം വീടുകളുള്ള റോഡിൻ്റെ അപ്പുറവും റോഡിൻ്റെ ഇപ്പുറവും, അതായത് 2 വശം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത്. 300ഓളം വീടുകളാണെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ബോർവെളിനൊക്കെ എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാനും എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഡിസ്കഷനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. Problem is a small distance. We have to find the water. If no rain season, This machine? Yeah, this machine we are not. No, this machine is digging this one? Yeah, machine. Machine digging? Yeah. How many? Enggak ada aku bangga. Machine. Ada aku machine. Yeah, in 2019 was trying to find the water on this side. And the donors who assist them എന്താ ഇതിന്റെ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാൽ 40 മീറ്റർ താഴ്ചയിൽ കുഴിച്ചിട്ടുണ്ട്. 40 മീറ്റർ താഴ്ചയിൽ കുഴിച്ചു. പക്ഷേ എങ്കിൽ വെള്ളം തീരെ കുറവാണ്. വെള്ളമില്ല, വേനൽക്കാലം വെള്ളമില്ല. മഴക്കാലത്ത് തന്നെ ആകെ 6 ബക്കറ്റ് വെള്ളം എടുക്കുമ്പോഴത്തേക്കും തീരുകയാണത്. 40 മീറ്റർ താഴ്ചയിൽ. അപ്പോൾ നമ്മൾ 40 മീറ്റർ നമുക്ക് കുഴിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റഡി നടത്തുന്നു. അപ്പോൾ ഈ ഒരു ബോറോൾ എന്ന് പറയുന്നത് മെഷീൻ വന്നിട്ട് ഡിഗ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവർ പറയുന്നത് 40 മീറ്ററോളം താഴത്തേക്ക് കുഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും നമ്മളെ കൊണ്ട് 40 മീറ്റർ ഒന്നും കുഴിക്കാൻ കഴിയില്ല. അതായത് നമ്മളിപ്പോൾ ഓപ്പൺ വെല്ല് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് ഇത്രയും അധികം ഒന്നും കുഴിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. 300ഓളം കുടുംബം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഈ കുടുംബത്തേക്കൊക്കെ വെള്ളമാണല്ലോ, വേറെ ഒന്നിനും വേണ്ട. കുടിക്കാനുള്ള വെള്ളമെങ്കിലും എടുക്കണമെങ്കിൽ എല്ലാ വീടുകളിലും വെള്ളം വേണമല്ലോ. അപ്പോൾ ഇവരെങ്ങനെയാണ് അത്രയധികം ബുദ്ധിമുട്ടുന്നുണ്ടാവുമല്ലോ വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അരുണേട്ടൻ ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തു നോക്കുമ്പോൾ ഒരു കാറ്റ് പോലും ഇതൊന്നും വരുന്നില്ല കേട്ടോ. അത്രയും ഡാമേജ് എന്നല്ല, അത്രയും വെള്ളമില്ല, ഒന്നുമില്ല ഇതിൽ. 40 മീറ്റർ താഴ്ചയിൽ ഡിഗ് ചെയ്തിട്ടുള്ള ഒരു ബോറോളാണിത്. പക്ഷേ വെള്ളം കിട്ടുന്നില്ല. 300 വീടുകളുണ്ട് ഈ ഒരു പ്രദേശത്ത്. ആ താഴെ ഒരു 1.5 കിലോമീറ്റർ താഴ്ചയിൽ പോയാൽ മാത്രമാണ് അവിടെ ഒരു ബോറോൾ ഉള്ളത്. ഇതേപോലെ തന്നെ ബോറോൾ ഉള്ളത്. അതിനകത്ത് വെള്ളമുണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു ഇതിൻ്റെ വേറെ ഇതൊരു ഉയർന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൽ താഴ്ന്ന ഭാഗത്ത് എവിടെയെങ്കിലും കിണർ കുഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത് അവിടെയൊക്കെ വെള്ളം കുഴിക്കും. വെള്ളം ഈ കയ്പ്പാണ് വെള്ളത്തിൽ, കയ്പ്പുള്ള വെള്ളമാണ് വരുന്നത്, കുടിക്കാൻ യോഗ്യമായ വെള്ളമല്ല. ഇവിടുത്തെ ഒരു ബോറോൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും ഈ വെള്ളത്തിന് കയ്പ്പാണ്, നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇത് മാത്രമാണ് ഇപ്പോൾ നല്ലൊരു വെള്ളം കിട്ടുന്നതുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ റോഡ് ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് പോയെങ്കിൽ മാത്രമാണ് വെള്ളം കിട്ടുകയും ചെയ്യുക. റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. 4 മണി രാവിലെ ഈ 300 വീടുകളിലെ ചേച്ചിമാരും വെള്ളം എടുക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ തുടങ്ങിയാൽ അവർക്ക് വീടുകളിലേക്ക് വെള്ളം എത്തുള്ളൂ. അപ്പം അത്രയും ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് വേണ്ടി. ഇതൊരു
എന്താ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം കുഴിക്കാൻ പറ്റില്ല എന്തായാലും 40 മീറ്റർ ഒന്നും ഇത് കുഴിച്ചിട്ട്. ഭയങ്കര ഹൈറ്റുള്ള സ്ഥലമാണ്. പിന്നെ ബോർഹോൾ മെഷീൻ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇത് വീണ്ടും ഒരു 100 മീറ്ററിലേക്കൊക്കെ താത്തേണ്ടി വരും. അപ്പം 100 മീറ്റർ താത്തുമ്പോൾ വീണ്ടും അത് ചെളിവെള്ളം അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഈ കയ്പ് വെള്ളം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഒരു ബോർഹോൾ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ലക്ഷം രൂപ നമ്മളെ രൂപയെങ്കിലും വേണ്ടി വരും ഇത്തരം താഴ്ചയിൽ ഒരു ബോർഹോൾ അടിക്കണമെങ്കിൽ. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഈ 300 വീടുകൾക്ക് ഒരു ബോർവെൽ എന്ന് പറയുമ്പോൾ ഭയങ്കര അവസ്ഥയാണ് കേട്ടോ. കാരണം ഞാൻ കാണുന്നില്ല, ഒരുപാട് ആൾക്കാർ വെള്ളം തലയേറ്റിക്കൊണ്ടിരുന്നേ. അപ്പോൾ നമ്മൾ അത്രയും ദൂരം നിന്ന് കാണാൻ പറ്റും നമുക്ക് ആദ്യം ഉണ്ടല്ലോ ഇവിടുത്തെ ഇവരുടെ ആ സാവയാണെന്ന് പറഞ്ഞ ബോർവെല്ലുണ്ടല്ലോ, അതൊന്ന് പോയി കാണാം എവിടെയാണെന്നുള്ളത്. എന്നിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ 40 മീറ്റർ നമുക്ക് വീണ്ടും കുഴിക്കാൻ പറ്റുമെന്നുള്ളതൊന്ന് അന്വേഷിച്ച് നോക്കാം. പോസിബിൾ ടു ഡിഗ് അഗൈൻ ദിസ് വൺ 100 meters. Or using machine just to take out this. Yeah. You can dig. Yeah, Where is there another the Sawa water getting? Which place? Spot? Anybody who may not know. ഇപ്പം ഇവർ വേറൊരു ബോർഹോൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ വെള്ളം സാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പുള്ളതാണ് കേട്ടോ ഇവിടുത്തെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ളമാണെന്ന് അവർ പറയണം. അപ്പോൾ നമ്മളെന്തായാലും ഒന്ന് പോയി നോക്കുകയാണ് എവിടെയാണ് ആ ബോർഹോൾ കുഴിച്ചിട്ടുള്ളതെന്ന്. നമുക്ക് നോക്കാം. പാവങ്ങളാണല്ലോ, പാവങ്ങളാണെന്ന് പറയാൻ കാരണം നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങ് താഴെത്തുന്ന ചേച്ചിമാരൊക്കെ വെള്ളം ഏറ്റിക്കൊണ്ടുവന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ പറയുന്നത് ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ ഈ ഭാഗത്തൊന്നും എന്താ പറയുക കിണറൊന്നും ഇല്ലെന്ന്. അപ്പം നോക്കുമ്പോൾ നമുക്ക് ഈ സംഭവം ഈ ബോർഹോളിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞിട്ട് ഒരു തവണ ഇവിടെ കയറിയതാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഇത് വർക്കിംഗ് അല്ല എന്നുള്ളത്. എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് 2020 അവിടെ വെള്ളം കിട്ടാതിരുന്നപ്പോ 2020 കുഴിച്ചതാണ് എന്താ പറയാ ബോർഹോള്. പക്ഷെ പ്രശ്നം എന്താ പറയുക, ഇത് കുഴിച്ചപ്പോഴും ഇതിനകത്ത് കിട്ടിയ വെള്ളം എന്ന് പറയുന്നത് കയ്പുള്ള വെള്ളമാണ്. ഞാൻ ആലോചിക്കുന്നത് നമ്മൾ അത്രയും മില്യൺസ് മുടക്കിയിട്ട് എനിക്ക് തോന്നുന്നു 7 മില്യൺ 8 മില്യൺ വേണം മലാവിയിൽ ഒരു ബോറോൾ കുഴിക്കണമെങ്കിൽ, മെഷീൻ വന്ന് അടിക്കണമെങ്കിൽ. അടിച്ചിട്ട് ഇതിനകത്ത് വീണ്ടും കയ്പ് വെള്ളമാണ് കിട്ടുന്നതിൽ ആലോചിക്കുന്നത് നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ട 2 ബോർഹോളിനാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലെ വെള്ളത്തിനാണ് പ്രശ്നം. ആദ്യം കണ്ട ബോർഹോളിന് വെള്ളം ഇല്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ വെള്ളമില്ല, നല്ല വെള്ളമാണ് കുടിക്കാൻ പറ്റണത്. പക്ഷേ അപ്പോൾ ആദ്യം കണ്ട ബോർഹോളിൽ നല്ല വെള്ളമാണ്, പക്ഷേ അതിൽ വെള്ളം കിട്ടുന്നില്ല, വെള്ളമില്ല. ഇത് രണ്ടാമത് 50 മീറ്റർ 100 മീറ്റർ മാറിയിട്ടുള്ള ഈ ഒരു ബോർഹോളിൽ വെള്ളമുണ്ട്, പക്ഷെ ഉള്ള വെള്ളം സാവയാണ്, അതായത് കയ്പുള്ള വെള്ളമാണ്. അപ്പോൾ ഇതും വർക്കിംഗ് ആണ്, പക്ഷേ ഇതിൽ വെള്ളം ഇപ്പോൾ വരില്ല. ഇതിൻ്റെ എന്തോ ഞെട്ട ബോൾട്ട് എന്തോ സാധനം എടുത്തിട്ട് 32 മീറ്റർ അല്ലേ. അപ്പോൾ ഇതിന് ഞെട്ട ബോൾട്ട് എന്തോ എടുത്തിട്ട് അവർ അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറത്തെ ഒരു ബോർവെല്ലുണ്ട് പറഞ്ഞില്ല, അവിടെ കൊണ്ട് ഫിക്സ് ചെയ്ത് അതിന് എന്തോ പ്രോബ്ലം വന്നപ്പോൾ. കാരണം ആ ഒരു ബോർഹോൾ മാത്രമേ ഇവർക്ക് വെള്ളം എടുക്കാനുള്ളൂ. ഇത് 32 മീറ്റർ കുഴിച്ചതാണ് കേട്ടോ, അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, 32 മീറ്റർ ഡീപ്പ്. 2020 അല്ലേ, 2020 കുഴിച്ചത്. കണ്ടില്ലേ, ഈ ഒരു പ്രദേശം ഒരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഞാൻ കാണിച്ച അതിൻ്റെ ഒരു വ്യാപ്തി എത്രയാണെന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇതുണ്ടോ, ആ താഴെ കാണുന്ന വീടുകളൊക്കെ കണ്ടോ, ഇത് ഈ കുന്നിൻ ചെരുവിലാണ്. ഇവിടെ നിന്നൊക്കെ ആ വീടുകൾ അത്രയും ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ കുന്നിന് അത്രയധികം ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. കണ്ടോ, എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടതല്ല, കാരണം നല്ല വിൻഡാണ് ഇവിടെ, കാറ്റാണ്, അതുകൊണ്ടും അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പം ഇതാണ് അത് ആ കാണുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു കുന്നിൻ്റെ ചെരുവ് എന്ന് പറയുന്നത്. അപ്പം അത്രയും അധികം ഹൈറ്റ് ഉണ്ട് ഇതിന്, ഈ സ്ഥലത്തിന്. ഇതാണ് ഈ വില്ലേജ്. ഇതാണ് ഈ ഒരു വില്ലേജിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഫുള്ള് ഡ്രൈ സീസൺ ആയതുകൊണ്ട് എല്ലാം ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുള്ളൂ. എന്നാലും ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്, എത്ര ഹൈറ്റിലാണെങ്കിലും. അതെ. അപ്പോൾ നമ്മൾ ഈ വില്ലേജൊക്കെ കണ്ടു. അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇതിനിപ്പോൾ എന്തൊരു സൊല്യൂഷൻ എന്നുള്ളത് നിങ്ങൾക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വില്ലേജിൻ്റെ അവസ്ഥ.
അപ്പം ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ബോർഹോളിനല്ല പ്രശ്നം, അതിൻ്റെ ഉള്ളിലെ വെള്ളത്തിനാണ് പ്രശ്നം. ഒരു ബോർഹോളിന് അതിൻ്റെ ഉള്ളിൽ വെള്ളമില്ല, രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കയ്പുള്ള വെള്ളമാണ്. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങളാണ്. നമ്മളിതൊക്കെ കണ്ട് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ കുട്ടികളെന്താണ് പന്തിന് കാറ്റടിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൽ അഭിപ്രായം പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. കാരണം ചിലപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഇവർക്ക് കാലാകാലം വെള്ളം കിട്ടാനുള്ള ഒരു ഇത് കിട്ടുക കേട്ടോ. കാരണം എല്ലാവരും ആലോചിച്ചിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അത് പിന്നെയും കുഴിച്ചാൽ വെള്ളം കിട്ടുമോ, അങ്ങനെയൊക്കെ ഓരോരോ ചിന്തയിലാണ്. എന്താണെന്നുള്ളത് അറിയില്ല, നമുക്കൊരു സൊല്യൂഷൻ ഇപ്പോൾ കിട്ടിയിട്ടില്ല. എനിക്കൊരു പേടി നമ്മൾ ഡിഗ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴേക്ക് അടിച്ചു വെച്ചു, അടിച്ച് താഴെ ഒരു വീണ്ടും കൈപ്പുള്ള കിട്ടുന്ന എന്ത് ചെയ്യും? കാരണം ഇവിടുന്ന് ഒരു ആകെയുള്ള എത്ര മീറ്റർ, 50 മീറ്റർ പോലും ഇല്ല. 50 മീറ്ററിൽ കൈപ്പുള്ള, ഇവിടെ നല്ല വെള്ളം. എന്താണ് ഇങ്ങനെ എനിക്ക് അറിയാൻ പറ്റില്ല. ഭൂമിയുടെ ഒരു കളികളില്ലേ? അതെ. ഒരു കാറ്റ് പോലും ഇല്ലല്ലേ? കാറ്റ് പോലും വരുന്നില്ല ഈ ഒരു ഇതിൽ. ആലോചിക്കണം, 2-3 ലക്ഷം രൂപയുടെ ഒരു സാധനമാണ് അടിച്ചുണ്ടാക്കിയിട്ട്. ഡിഗ് ചെയ്യാണ്ട് ഒരു 3 ലക്ഷം ഉണ്ടാവും. പിന്നെ ഇതെല്ലാം കോൺക്രീറ്റ് ഇത്ര ആക്കിയിട്ടില്ലേ? ഇത്രയും പൈസ മുടക്കിയ സാധനം എത്ര വർഷമായിട്ടുള്ളത്? 2019. തൊട്ടടുത്ത വർഷം തന്നെ ഒരു അപ്പുറത്ത് വേറൊരെണ്ണവർക്ക് കുഴിച്ചു കൊടുത്തു. ഇത് ആരവർക്ക് കുഴിച്ചു കൊടുത്തത്? ഒരു ഓർഗനൈസേഷൻ എനിക്കറിയില്ല. വിച്ച് ഓർഗനൈസേഷൻ? ഇതെന്തോ ഒരു നമ്മുടെ സ്കൂളിൽ എടുത്തേക്ക് അതേപോലത്തെ ഒരു സ്കൂളിന്റെ സിസ്റ്റേഴ്സ് ഇത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തതെന്ന് പറഞ്ഞു വെള്ളത്തിന് വേണ്ടി. ചർച്ചിന്റെ എന്തോ കെയർ ഓഫ് ചെയ്തതാണ്. ഉണ്ടെങ്കിൽ വരണ്ട് കിടക്കല്ലേ. ഇവര് പറഞ്ഞ എങ്ങനെയെങ്കിലും ഇവർക്ക് ഒരു തുള്ളി വെള്ളം. ഇവര് പറയുന്നത് ഇപ്പൊ പകുതിക്കൽ നിങ്ങൾ താഴെ കുഴിച്ചു തരികയാണെങ്കിൽ അപ്പൊ ഞങ്ങൾ ചോദിച്ചു അതും ചിലപ്പോൾ കിട്ടുന്നത് സാവയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തപ്പോ സാരല്ല, ഞങ്ങളത് കുളിക്കാനും ഡ്രസ്സ് കഴുകാനും പിന്നെ ചെറിയ കുക്കിങ്ങിനും ഒക്കെ എടുക്കാം. പക്ഷെ കുടിക്കുന്ന വെള്ളം മാത്രം ഞങ്ങൾ അവിടെ പോയി ഒരു ബക്കറ്റ് കൊണ്ടുവന്നാൽ മതിയല്ലോ, ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്ക് ഈ ഇതാണെങ്കിൽ ഉപയോഗിക്കാന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സംസാരിച്ച് നോക്കിയപ്പോൾ ഇവർ പറഞ്ഞു ഈ വില്ലേജിൻ്റെ ഏറ്റവും എൻഡിൽ, അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഈ കുന്നിൻ്റെ കുറച്ച് താഴത്തേക്കായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട്. നമുക്ക് നമ്മുടെ അതേപോലത്തെ സാധാരണ കിണർ കുറച്ചും കൂടി ഒരു ആഴത്തിൽ ഒരു 17 മീറ്റർ, ഇപ്പോൾ ഈ 18 മീറ്ററിൽ എവിടെയാണ് വെള്ളം കിട്ടണമെന്ന് വെച്ചാൽ അത്രയും ആഴത്തിൽ നമ്മുടെ സാധാരണ കിണർ കുഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ ടാങ്ക് എടുത്തിട്ട്, അതായത് വെള്ളം എടുത്ത് ടാങ്കിൽ നിറച്ചിട്ട് ഇങ്ങോട്ടേക്ക് പൈപ്പ് കണക്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് വെള്ളം കിട്ടും. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുറേ അന്വേഷിച്ച്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ച് അവർ പറഞ്ഞതാണ് അവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പുഴ ഒഴുകുന്നിടത്തൊന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞത് ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സൂര്യാസ്തമയം ആവാനായി, സൂര്യനൊക്കെ കണ്ടോ ഇവിടെ. പിന്നെ സൂര്യാസ്തമയം സൂര്യോദയം ഒക്കെ നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ. പരനേട്ടനൊക്കെ നടന്ന് അവിടെ എത്തി. നമ്മൾ ഈ റോഡിൻ്റെ താഴെ ഇതുണ്ടോ, അവിടെ ആ താഴ്ഭാഗത്താണ് ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി നോക്കാം എന്താണെന്നുള്ളത്. കണ്ടോ ഇവിടുത്തെ വീടുകളും നല്ലൊരു ഭംഗിയുണ്ടല്ലേ അത് കാണാൻ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഉണ്ടോ മലഞ്ചെരിവ്, കുന്ന്, മല, നടുവ് കൂടെ നല്ല റോഡ്. പണി നടക്കുന്നുള്ളൂ കേട്ടോ, അതിൻ്റെ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വാഹനങ്ങളൊക്കെ അപ്പുറത്തു കൂടെ പോകുന്നത്. സൂര്യൻ അസ്തമിക്കാറായി. ഞങ്ങളിവിടെ വന്നു കേട്ടോ. വന്നിട്ട് അപ്പൊ ഞാൻ ഈ ഒരു സ്ഥലം കണ്ടത് ഇവര് പറയുന്നത് ഇവിടെ ഇങ്ങനെ കുഴിച്ചാൽ വെള്ളം കിട്ടില്ല, മാനുവൽ കുടിച്ചിട്ട് നടക്കില്ല, മെഷീൻ അടിക്കേണ്ടി വരും എന്നൊക്കെ ഇവരും പറയുന്നത്. പക്ഷേങ്കിൽ
ഞാൻ നോക്കിയിട്ട് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ചു വരുന്നു, ഈ മലയിൽ നിന്ന് വെള്ളം ഒലിച്ച് അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് ഒലിച്ചു വരുന്നു. ഇവിടെ ഒരു വാട്ടർ സ്റ്റോപ്പ് ആവുന്ന സ്ഥലമാണ്, ഇവിടെ വെള്ളം ഭൂമിയിൽ ഇറങ്ങുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-12 മീറ്റർ താഴെ പോയി വെള്ളം കിട്ടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് വെള്ളം അടിച്ച് കയറ്റിയാൽ മതി. നല്ലൊരു സോളാർ പമ്പ്, നല്ല പവർഫുൾ ആയിട്ടുള്ള സോളാർ പമ്പ് വെക്കുന്നത് മാത്രം അത് വെച്ച് ഞാൻ അടിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഈ സ്ഥലത്ത് ജോഗ്രഫിക്കലി നോക്കുമ്പോൾ നിങ്ങൾ എന്ത് തോന്നുന്നു പറ. നമ്മളിവിടെ മാനുവലി കുടിച്ചാൽ വെള്ളം കിട്ടില്ലേ? ഞാൻ കുറച്ച് വലിയ പഞ്ചായത്തുകളുടെ പോലെ കുറച്ച് വലിയൊരു സാധനം കുടിക്കണം. അങ്ങനെ കുടിക്കുകയാണെങ്കിൽ വെള്ളം കിട്ടുകയാണെങ്കിൽ നല്ല സ്റ്റോറേജ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നിസ്സഹായരായ കുറേ മനുഷ്യന്മാരാണ് കേട്ടോ. അതായത് വറ്റി വരണ്ട് കിടക്കുന്ന 2 കുഴൽക്കിണറിൻ്റെ ചുറ്റും നിന്ന് ആലോചിക്കുന്ന മനുഷ്യന്മാരാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ദൂരമുണ്ട് ആ കാണാൻ. അവരിപ്പോൾ എടുക്കുന്ന വെള്ളം ഒരുപാട് ദൂരെയാണ്. എന്താ ചെയ്യുക, ഓരോരോ അവസ്ഥകളാണ്, ഭൂമീൻ്റെ ഓരോരോ ഘടനയും ഒക്കെ കൊണ്ടായിരിക്കും ഇങ്ങനെയത്. പിന്നെ എന്താ പറയുക, നമുക്കിതിലൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഡിഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, എന്താണ് അവർ പറയണമെന്നുള്ളത്. കാരണം അവർക്കും കുറച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ, നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് ഈ ഒരു വരണ്ട വില്ലേജിൽ നിന്നും നമ്മൾ യാത്ര ചോദിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.